അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി അരിക്കുമ്മിൾ റോസ്റ്റാണ്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് അരിക്കുമ്മിൾ. ഇത് നാട്ടിൽ ചെന്നപ്പം നമുക്ക് കിട്ടിയതാണ്. നമ്മുടെ പറമ്പിലുണ്ടായതല്ല, തൊട്ടടുത്ത വീട്ടിൽ ഈ കുമ്മിൾ കൃഷിയുള്ളത് കൊണ്ട് അവിടുന്ന് വാങ്ങിയതാണ്. ഈ അരിക്കുമ്മിളിൽ ഒരുപാട് മണ്ണുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും മണ്ണ് കടിക്കും. അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൽ ഇതിൻ്റെ ചെവിടെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഇത് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഊറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനൊന്ന് നല്ല ചൂടായി വരുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കുമ്മിളിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം തന്നെ ചേർക്കുന്നത് ചെറുള്ളിയാണ്. അതൊന്ന് വഴണ്ട് വരുമ്പോഴാണ് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഉണക്കത്തേങ്ങയുടെ തേങ്ങാക്കൊത്താണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഉണക്കത്തേങ്ങയുടെ തേങ്ങാക്കൊത്താണ് ചേർത്തിരിക്കുന്നത്. അതില്ലെങ്കിൽ പിന്നെ സാധാ തേങ്ങയുടെ ആയാലും കുഴപ്പമില്ല. അങ്ങനെ ഈ തേങ്ങാക്കൊത്തും ചെറുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തും ചെറുള്ളിയും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ അതിലേക്കാണ് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം വഴറ്റുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇതിൻ്റെ എല്ലാം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്തെല്ലാം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇടയ്ക്ക് 1-2 കൊത്ത് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാളയും ചെറുള്ളിയും തേങ്ങാക്കൊത്തും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ എല്ലാത്തിലും ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ അളവ് പറയുന്നില്ല, എൻ്റെ ഒരു കൈയളവിലാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരിക്കുമ്മിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തൊന്നും അല്ല ചേർക്കുന്നത്, അങ്ങനെ തന്നെ അതിൻ്റെ മണ്ണുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും തന്നെ മണ്ണില്ലാതെ വേണം കഴുകിയെടുക്കാൻ. ഒരുപാട് വെള്ളത്തിൽ നന്നായിട്ട് വലിയ പാത്രത്തിലിട്ടാണ് ഇത് ഞാൻ കഴുകിയെടുത്തിരിക്കുന്നത്. അങ്ങനെ കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചേർത്ത് കൊടുത്ത അരിക്കുമ്മിൾ അന്നേരം തന്നെ നമ്മൾ വറുത്ത് വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കൂട്ടിൽ മിക്സ് ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ ഇട്ട് ആ മേൽഭാഗത്ത് അങ്ങനെ ഇട്ട ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് കുറച്ച് വെള്ളമെങ്കിലും ഇറങ്ങിയ ശേഷം മിക്സ് ചെയ്യുമ്പോഴേ നമ്മുടെ ഈ കുമ്മിളിലെല്ലാം നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന അരപ്പ് കയറി പിടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് ഈ കുമ്മിളിൽ ഈ അരപ്പെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം.
അങ്ങനെ വീണ്ടും ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടപ്പ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിരിക്കും. ഇത് നമ്മൾ ചിക്കനും ബീഫും ഒക്കെ വെക്കുന്നത് പോലെ തന്നെയാണ്. കുമിളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കിട്ടും. നമ്മൾ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് തുറന്ന് വെച്ച് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. കുമിളിന് വലിയ വേവില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ തുറന്ന് വെച്ച് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാൻ. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ കുമിൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിക്കുമിൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ അപ്പം, പുട്ട്, ഇടിയപ്പം എന്നിവയുടെ കൂടെ എല്ലാം നമുക്കിത് കഴിക്കാവുന്നതാണ്. ഈ അരിക്കുമിൾ വൃത്തിയാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതുമാത്രമല്ല, ഇതിനകത്ത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ വെള്ളം വറ്റിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ അരിക്കുമിൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.